വന്ന് കുടുംബത്തിന്റെ അകത്ത് നഷ്ടങ്ങൾ വരുത്തുന്ന, പ്രാണനെടുക്കുവാൻ പതിയിരിക്കുന്ന ചില പൈശാചിക ശക്തികൾ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ചിലരുടെ കൂടാരങ്ങൾക്കകത്ത് നിന്ന് പൊട്ടിമാറട്ടെ. സമയത്തിന് മുൻപ് നിന്റെ പ്രാണനെടുക്കുവാൻ വഴിയിൽ പോലും വലവരിച്ച് വാഹനങ്ങൾക്ക് കാവൽ നിൽക്കുന്ന ചില പൈശാചിക ശക്തികൾ ഹല്ലേലൂയ ഇന്ന് രാത്രി വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ അത്യന്തമായ ശക്തി വ്യാപരിച്ചിട്ട് സമയത്തിന് മുൻപുള്ള ചില മരണത്തിന്റെ കെട്ടുകളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പൊട്ടിച്ചു മാറ്റുകയാണ്. ഹല്ലേലൂയ. നവോമിയുടെ കുടുംബം ഹല്ലേലൂയ ദുഃഖത്തിലേക്ക് വന്നു. 2 മക്കൾ, പെൺമക്കൾ തന്നോട് കൂടെ ഇപ്പോൾ ഉണ്ട്. മക്കൾ എന്ന് പറഞ്ഞാൽ മരുമക്കൾ, അവരുടെ ഭർത്താക്കന്മാരും മരിച്ചു, അവരും വിധവകളായി മാറി. എങ്ങനെ മുൻപോട്ട് പോകും, എങ്ങനെ ജീവിക്കുമെന്ന് വളരെ ഭാരപ്പെട്ടിടത്തു നിന്നാണ് ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുന്നത്. അങ്ങനെ നവോമി 10 വർഷത്തോളം മോവാബിൽ ജീവിച്ചു. മോവാബിനെ കുറിച്ച് ദൈവം പറയുന്നത്, മോവാബ് എന്ന് പറയുന്നത് ഒരു ശപിക്കപ്പെട്ടതായ പട്ടണമാണ്. മോവാബിനെ കുറിച്ച് പറയുമ്പോൾ മോവാബിന്റെ വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിനകത്ത് ദൈവം ഇസ്രായേലിന് പ്രമാണം കൊടുക്കുമ്പോൾ മോവാബിരുടെ 10ാമത്തെ തലമുറ പോലും ദൈവാലയത്തിൽ പ്രവേശിക്കുവാൻ പാടില്ലെന്ന് കർക്കശമായ നിയമങ്ങൾ വെച്ചിട്ടുണ്ട് ദൈവം. അപ്പൊ അതുകൊണ്ട് തന്നെ മോവാബിനെ സംബന്ധിച്ച് ഇസ്രായേലുമായി യാതൊരു തരത്തിലും അടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ മോവാബുമായി ബന്ധപ്പെടാൻ പാടില്ല. അവിടെ നിന്ന് സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരെയും പുരുഷന്മാർക്ക് ഭാര്യമാരെയും ഒന്നും മോവാബിൽ നിന്ന് എടുക്കാൻ പാടില്ല. അങ്ങനെ കൃത്യമായ നിയന്ത്രണങ്ങളും നിയമങ്ങളും ഒക്കെ കൊണ്ടുവന്ന് ദൈവം ഇസ്രായേൽ ജനത്തെ മുൻപോട്ട് നടത്തുന്ന സമയത്താണ് മോവാബിലേക്ക് പോയ നവോമിയുടെ കുടുംബത്തിൽ തന്റെ 2 മക്കൾക്കും മോവാബിൽ നിന്ന് സ്ത്രീകളെ ഭാര്യമാരായിട്ട് എടുക്കുന്നത്. അപ്പോൾ നോക്കണം എത്ര അധികം ഈ നവോമിയും കുടുംബവും ദൈവത്തെ മറന്നു, ദൈവഗീതത്തിനു വിരോധമായി മാറി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരിക്കലും ദൈവമക്കൾ അന്യജാതികളിൽ നിന്ന് വേർപെട്ട ദൈവമക്കൾ, വേർപെട്ട കുടുംബങ്ങളിലെ ദൈവമക്കൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സത്യ ഉപദേശത്തിനു വേണ്ടി ദൈവം നിൽക്കുന്ന ദൈവമക്കൾ ഒരിക്കലും സ്തോത്രം അന്യ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പാടില്ല, അന്യ പുരുഷന്മാരെ വിവാഹം കഴിക്കാൻ പാടില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന സ്ത്രീകൾ പുരുഷന്മാരെ എടുക്കുമ്പോൾ അതുപോലെ തന്നെ വിശ്വാസത്തിൽ നിൽക്കുന്ന, കൃപയിൽ നിൽക്കുന്ന പുരുഷന്മാരെ വേണം ഭർത്താക്കന്മാരായി എടുക്കാൻ. ഇനി ഭർത്താക്കന്മാരോടും വേദപുസ്തകം പറയുന്നത്, അല്ലെങ്കിൽ പുരുഷന്മാരോടും ദൈവത്തിന്റെ വചനം പറയുന്നത്, വിവാഹം കഴിക്കുവാൻ എടുക്കുന്ന സ്ത്രീ എന്ന് പറയുന്നത് അവളുടെ സൗന്ദര്യം നോക്കിയല്ല, മറിച്ച് അവളുടെ കഴിവോ വിദ്യാഭ്യാസമോ വിദേശത്ത് ജോലിയുണ്ടോ ഇതൊന്നും നോക്കിയല്ല ദൈവമക്കൾ വിവാഹം കഴിക്കുന്നത്. താൻ വിവാഹം കഴിക്കുന്ന ആ പുരുഷൻ ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണോ, സ്നാനപ്പെട്ട വ്യക്തിയാണോ, ദൈവകൃപയിൽ നിൽക്കുന്ന വ്യക്തിയാണോ എന്ന് നോക്കി മാത്രമേ വിവാഹം കഴിക്കൂ. ഇന്ന് നമുക്കറിയാം വിവിധ മതങ്ങളിൽപ്പെട്ട, വിവിധ ജാതികളിൽപ്പെട്ട ആളുകളെ വിവാഹം കഴിക്കുന്നതിൽ പെന്തക്കോസിൽ പല യൗവനക്കാർക്കും ബുദ്ധിമുട്ടില്ല എന്ന് നമ്മൾ പല അനുഭവങ്ങളിലൂടെ അറിയിക്കപ്പെടുന്നുണ്ട്. പക്ഷേ എന്നെ ശ്രമിക്കുന്ന പ്രിയമുള്ളവരോട് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, വേർപെട്ട ദൈവമക്കൾ അവർ വിവാഹത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ വേർപെട്ട ദൈവമക്കളായിട്ടുള്ള സ്ത്രീയെയോ പുരുഷനെയോ അല്ലാതെ മറ്റൊരാളെ വിവാഹം കഴിച്ചാൽ ആ വിവാഹത്തിനകത്ത് ദൈവപ്രസാദം വരികയില്ല എന്ന് വേദപുസ്തകം അതിശക്തമായി പറയുന്നു. എന്നാൽ ചില സമയങ്ങളിൽ ചില ദൈവ പദ്ധതികൾക്ക് വേണ്ടി ദൈവം ചില കാര്യങ്ങൾ ചെയ്തു എന്ന് വരാം. അത് ദൈവത്തിന്റെ പദ്ധതിയാണോ എന്ന് പ്രാർത്ഥിച്ചറിയുവാനുള്ള പക്വത നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. കാരണം വിശ്വാസിക്ക് അവിശ്വാസിയുമായി ഒരു ഓഹരിയുമില്ല എന്ന് പഠിപ്പിക്കുന്ന പുസ്തകമാണ് വേദപുസ്തകം. അതുകൊണ്ട് കാലത്തിന്റെ പോക്കനുസരിച്ച് ഹല്ലേലൂയ നവോമി മോവാബിൽ ചെന്നു. തന്റെ മക്കൾക്ക് വേണമെങ്കിൽ വിവാഹപ്രായമായപ്പോൾ മോവാബിലേക്ക് മടങ്ങി വന്ന് ബേത്ലഹേമിലേക്ക് മടങ്ങി വന്ന് യഹൂദ കുടുംബങ്ങളിൽ നിന്ന് നല്ല പെൺകുട്ടികളെ വേണമെങ്കിൽ അവർക്ക് വിവാഹത്തിനായി തിരഞ്ഞെടുക്കുവാൻ നവോമിക്ക് വേണമെങ്കിൽ മക്കളെ പ്രേരിപ്പിക്കാമായിരുന്നു. പക്ഷേ നവോമി അത് ചെയ്തില്ല. നവോമി ബേത്ലഹേമിൽ മടങ്ങി വരാതെ, ബേത്ലഹേമിലേക്ക് അന്ന് വരാതെ അവൾ അവിടെ തന്നെ വാർത്തു. മോവാബിൽ നിന്ന് 2 സുന്ദരിമാരായ കന്യകമാരെ തന്റെ മക്കൾക്ക് വേണ്ടി അവൾ കണ്ടെത്തി. അങ്ങനെ അവരെ മക്കളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. അങ്ങനെയാണ്
ആനന്ദമായി ജീവിക്കാമെന്ന് കരുതിയപ്പോഴാണ് അപ്രതീക്ഷിതമായ അപകടം തലമുറകളിൽ കടന്നു വന്ന രണ്ട് ആൺമക്കളെയും അല്ലെങ്കിൽ മരണം കവർന്നുകൊണ്ടുപോയി. ഒടുവിൽ രണ്ട് മരുമക്കളും ഈ നവോമിയും ഒറ്റപ്പെടുന്ന ആ വീടിനകത്തേക്ക് വെളിപ്പെടുന്ന ചില ദൈവപ്രവർത്തികളാണ് ഒന്നാം അധ്യായം മുതൽ നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായി ഒന്നാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത്, ഇവിടെ ഈ 10 വർഷം നവോമി മോവാബിൽ താമസിച്ചു. അതിനുശേഷം മോവാബിൽ നിന്ന് അവളുടെ സ്വന്തം ദേശമായ ജന്മദേശമായ ബേഥലഹേമിലേക്ക് മടങ്ങിപ്പോകാനുള്ള ഒരു നിയോഗം അവളുടെ അകത്തുണ്ടായി. ആ നിയോഗം അകത്തു വന്നതിന്റെ കാരണം ബേഥലഹേമിൽ ദൈവം ജനത്തെ സന്ദർശിച്ചു, അവിടെ സമൃദ്ധി ഉണ്ടായി എന്ന് കേട്ടപ്പോഴേ അവൾ അവിടെ നിന്ന് ബേഥലഹേമിലേക്ക് പോകുവാനുള്ള തീരുമാനം അവൾ എടുക്കുന്നു. അങ്ങനെ എടുത്ത തീരുമാനത്തിലൂടെ അവൾ ബേഥലഹേമിലേക്ക് പോകുവാൻ വേണ്ടി തയ്യാറാകുമ്പോൾ തന്റെ രണ്ട് മരുമക്കളെയും അടുക്കൽ വിളിച്ചിട്ട് ആ അമ്മായിയമ്മ അവരോട് പറഞ്ഞു, ഞാൻ എന്റെ സ്വന്തം ദേശമായ ജന്മദേശമായ ബേഥലഹേമിലേക്ക് പോകുകയാണ്. അതുകൊണ്ട് ഇവിടം കൊണ്ട് ഈ ബന്ധം നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ അടുക്കലേക്കും നിങ്ങളുടെ ദേവന്മാരുടെ അടുക്കലേക്കും മടങ്ങിപ്പോകുക എന്ന് അല്ലെങ്കിൽ തന്റെ മക്കളോട് അവൾ പറയുന്നത് ഒന്നാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശ്രദ്ധിച്ചേ, എന്നിട്ട് അമ്മ അവരുടെ അടുക്കലേക്ക് ചെന്നു. അവർ പരസ്പരം അമ്മ മരുമക്കൾ ഓരോരുത്തരെയായി കെട്ടിപ്പിടിച്ചു, ചുംബിച്ചു, പൊട്ടിക്കരഞ്ഞു. കണ്ടോ? അപ്പോൾ ഈ ഭാര്യമാരുടെ മക്കൾ, അതായത് നവോമിയുടെ മക്കൾ മരിച്ചുപോയിട്ടും ആ മരുമക്കളും ഈ അമ്മായിയുമായുള്ള സ്നേഹം ഈ പുസ്തകത്തിനകത്ത് ബന്ധങ്ങൾക്ക് നൽകുന്ന ഒരു ദൃഢതയാണ്. സ്തോത്രം. പല കുടുംബങ്ങളിലും അമ്മായിയമ്മയും മരുമക്കളുമായുള്ള ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, നല്ല നിലയിൽ മുൻപോട്ട് പോകാതിരിക്കുമ്പോൾ, ഇവിടെ രണ്ടു മരുമക്കളോടുകൂടെ താമസിക്കുന്ന നവോമിയുടെ അവസ്ഥയൊന്ന് മനസ്സിലാക്കുകയെ. ഈ രണ്ട് മരുമക്കളെയും ഒരുപോലെ സ്നേഹിച്ച് അവരുമായിട്ട് യാതൊരുവിധ വാഗ്വാദങ്ങളോ ഇടർച്ചകളോ ഭിന്നതകളോ ഇല്ലാതെ ഹല്ലേലൂയ കുറെ കാലങ്ങൾ മോവാബിൽ ഈ നവോമി ജീവിക്കുകയാണ്. അതുകൊണ്ടാണ് നവോമി തന്റെ നാട്ടിലേക്ക് പോകുന്നു എന്ന് മരുമക്കളോട് പറഞ്ഞപ്പോൾ ആ അമ്മായിയമ്മയെ അവർ ചെന്ന് കെട്ടിപ്പിടിച്ചു, അവർ പൊട്ടിക്കരഞ്ഞു. ഇതാണ് ബന്ധം എന്ന് പറയുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിനകത്ത് ഈ നിലയിലുള്ള ബന്ധം എത്ര ആഴമുണ്ടെന്ന് നിങ്ങളൊന്ന് വ്യക്തിപരമായി ഇന്ന് രാത്രി ഒന്ന് പരിശോധിക്കാൻ കഴിയുമോ? എന്റെ അമ്മായിയുമായുള്ള എന്റെ ബന്ധം എങ്ങനെയാണ്? സ്തോത്രം. എന്റെ മരുമകളുമായുള്ള എന്റെ ബന്ധം എങ്ങനെയാണ്? ഇതുപോലെയുള്ള ചില പ്രത്യേക സാഹചര്യത്തിൽ കെട്ടിപ്പിടിക്കാനും പൊട്ടിക്കരയാനും കഴിയുന്ന ഒരു ആത്മീക ബന്ധം, ഒരു അടുത്ത ആത്മാർത്ഥമായ ബന്ധം നിലനിർത്തുവാൻ ഇതിനകത്ത് ഇരിക്കുന്ന എത്ര ദൈവമക്കൾക്ക് കഴിയുന്നുണ്ട്? അമ്മയുമായിട്ടല്ല കേട്ടോ, അമ്മയുമായിട്ടൊക്കെ ചിലപ്പോൾ നല്ല ബന്ധമായിരിക്കും. പക്ഷേ ഭർത്താവിന്റെ അമ്മയുമായി അല്ലെങ്കിൽ ഭാര്യയുടെ അമ്മയുമായിട്ടൊക്കെയുള്ള ബന്ധം എങ്ങനെയാണ്? അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള ബന്ധമാണോ? എന്തെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോൾ കെട്ടിപ്പിടിക്കാനും പൊട്ടിക്കരയാനും ചുംബിക്കാനും കഴിയുന്ന നിലയിലുള്ള ഒരു ആത്മീക ആത്മാർത്ഥമായ ബന്ധം ഇല്ല എന്ന് തോന്നുന്നെങ്കിൽ നവോമിയുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ നൽകുന്ന കരുത്ത്, അല്ലെങ്കിൽ കുടുംബ ജീവിതം എന്ന് പറയുന്നത്, അമ്മായിയമ്മയും മരുമക്കളുമായുള്ള ബന്ധം എന്ന് പറയുന്നത് അത് നിസ്സാരമല്ല. ഹല്ലേലൂയ. മക്കളെ പോലെ തന്നെ സ്നേഹിക്കുന്ന ഒരു അമ്മായിയമ്മ ഇവിടെ കാണാം, മരുമക്കളെ. അതുപോലെ ഈ അമ്മായിയമ്മയെ അമ്മയെ പോലെ സ്നേഹിക്കുന്ന രണ്ട് മരുമക്കളെ നമുക്ക് ഈ പുസ്തകത്തിൽ കാണാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിൽ വരുത്തുന്ന ആ വീഴ്ചകളെ ഇന്ന് രാത്രി ക്രമീകരിച്ച് വീടിനകത്ത് അമ്മായിയമ്മയുമായി നല്ല സ്നേഹബന്ധത്തിൽ, മരുമക്കളുമായി നല്ല ആത്മാർത്ഥ ബന്ധത്തിൽ പോകുവാൻ ഇന്ന് രാത്രിയിലെ പ്രഭാഷണത്തിലൂടെ രൂത്തിന്റെ പുസ്തകത്തിലെ 1-ാം അധ്യായത്തിലെ ഈ പറയപ്പെട്ട ബന്ധം, നമ്മുടെ ബന്ധം ഒരു കരുത്തു പകരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്വയം ഒന്ന് പരിശോധിക്കണം കേട്ടോ. ഹല്ലേലൂയ. എന്റെ അമ്മായിയമ്മയുമായി എന്റെ മരുമകളുമായി എന്റെ ബന്ധം എങ്ങനെയാണ്? ഒരു പ്രതിസന്ധി വരുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കാനും കരയാനും ചുംബിക്കാനും ആശ്വസിപ്പിക്കുവാനും കഴിയുന്ന ഒരു ആത്മാർത്ഥമായ ബന്ധമുണ്ടോ എന്നുള്ളത് ഇന്ന് രാത്രി സ്വയം പരിശോധിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് ഈ അമ്മായിയമ്മ തന്റെ മക്കളോട് പറയുന്നു, മരുമക്കളോട് പറയുന്നു, നിന്റെ സഹോദരി
സഹോദരി തന്റെ ജനത്തിന്റെയും അപ്പന്റെയും അടുക്കൽ മടങ്ങിപ്പോയില്ല. അപ്പോൾ ഇവർ രണ്ടുപേരോടും ഈ അമ്മ പറയുന്നത്, അല്ലെ അമ്മ ഉദ്ദേശിക്കുന്നത്, അവരുടെ സ്വന്തം അമ്മയുടെ അടുക്കലേക്ക് അവർ മടങ്ങിപ്പോകണം. അതുപോലെ തന്നെ മോവാബിലെ അവരുടെ പ്രധാനപ്പെട്ട ദേവന്മാരുണ്ട്, ആ ദേവന്മാരുടെ അടുക്കലേക്കും നിങ്ങൾ മടങ്ങിപ്പോകണമെന്ന് പറഞ്ഞ് രൂത്തിനെയും ഓർപ്പയെയും ഈ അമ്മായി അമ്മ നിർബന്ധിക്കുകയാണ്. എന്തുകൊണ്ടാണ് നിർബന്ധിക്കുന്നത്? അവരുടെ കൂടെ താമസിക്കുവാനുള്ള മടി കൊണ്ടല്ല, അല്ലെങ്കിൽ ആ ബന്ധത്തിനകത്തുള്ള ചേർച്ചയില്ലായ്മയല്ല, മറിച്ച് സ്തോത്രം ഈ മരുമക്കളുമായി ബേത്ലഹേമിലേക്ക് പോയാൽ ഹല്ലേലൂയ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് അവരെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ പറ്റുന്ന ഒരു സാമ്പത്തിക സാഹചര്യങ്ങൾ ഈ അമ്മായിയമ്മയ്ക്കില്ല. അത് തന്നെയല്ല, രൂത്തും ഓർപ്പയുമൊക്കെ വളരെ ചെറുപ്പമാണ്. ഇനി ആ നാട്ടിൽ പോയിട്ട് വിധവമാരായിട്ട് അവിടെ ജീവിക്കുന്നത് ഈ അമ്മായിയമ്മയെ ചിന്തിപ്പിക്കുവാൻ പോലും കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോയി നിങ്ങൾ വീണ്ടും വിവാഹം കഴിച്ച് സമാധാനത്തോടെ ജീവിക്കുക എന്ന് പറഞ്ഞ് ഈ അമ്മ നിർബന്ധിച്ചപ്പോൾ ഓർപ്പ അവിടം കൊണ്ട് ആ 14-ാമത്തെ വാക്യത്തിൽ അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു. ഓർപ്പ അമ്മായിയമ്മയെ ചുംബിച്ചു പിരിഞ്ഞു. സ്തോത്രം കണ്ടോ? ഓർപ്പ 14-ാം അധ്യായം കൊണ്ട് അവസാനിക്കുന്നു. അവൾ അമ്മായിയമ്മയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു പൊട്ടിക്കരഞ്ഞ്, അമ്മായിയമ്മ പറഞ്ഞതുപോലെ അവളുടെ സ്വന്തം അമ്മയുടെയും അതുപോലെ അവരുടെ ദേവന്റെയും അടുക്കലേക്ക്, മോവാബിലേക്ക് തന്നെ അവൾ മടങ്ങിപ്പോകുകയാണ്. ഒരാൾ മടങ്ങിപ്പോകുന്നു. എന്നാൽ രൂത്തിന്റെ അവസ്ഥ എന്താണ്? 15-ാം വാക്യം, രൂത്തോ അവളോട് പറ്റി നിന്നു. അപ്പൊ ഓർപ്പ പൊട്ടിക്കരഞ്ഞ് വിട്ടുമാറിയപ്പോൾ രൂത്ത് അവളോട് പറ്റിച്ചേർന്നു നിന്നു. അങ്ങനെ പറ്റിച്ചേർന്ന രൂത്തിനോട് ഓർപ്പയെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു, അവളുടെ അമ്മയുടെ അടുക്കലേക്കും തന്റെ ദേവന്റെ അടുക്കലേക്കും തന്റെ ജനത്തിന്റെ അടുക്കലേക്കും പോയല്ലോ, നീയും നിന്റെ സഹോദരിയുടെ പിന്നാലെ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് സ്തോത്രം ആ രൂത്തിനെ ഈ അമ്മായി അമ്മ നിർബന്ധിക്കുകയാണ്. പക്ഷെങ്കിൽ താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഓർപ്പയുടെ മേൽ ഇല്ലാത്തൊരു ദൈവ പദ്ധതി രൂത്തിന്റെ മേൽ ഉണ്ടായിരുന്നു. ഓർപ്പ പെട്ടെന്ന് പിരിഞ്ഞുപോയി. പക്ഷേ കാരണം അവളിൽ ഒരു ദൈവ പദ്ധതി അതിനുശേഷം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവളെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് നവോമി പറഞ്ഞത്, നിന്റെ സഹോദരി പോയല്ലോ, അതുകൊണ്ട് നീയും അവളെ പോലെ പോകുക എന്ന് പറഞ്ഞ് പോകാൻ അവളെ നിർബന്ധിക്കുമ്പോൾ, ഉത്സാഹിപ്പിക്കുമ്പോൾ ഹല്ലേലൂയ കെട്ടിപ്പിടിച്ചുകൊണ്ട് രൂത്ത് ആ അമ്മായിയമ്മയോട് പറ്റി നിൽക്കുകയാണ്. സ്തോത്രം. എന്താണ്? ഒരാളെ ഈ അമ്മായിയമ്മ പറഞ്ഞ ഉടനെ പിരിയാൻ പ്രേരിപ്പിച്ചു അവളുടെ ഹൃദയത്തിൽ. എന്നാൽ പിരിഞ്ഞേക്കാമെന്നുള്ള തോന്നലുണ്ടായി. എന്നാൽ രൂത്തിന്റെ ഹൃദയത്തിൽ ഈ ഓർപ്പയോട് പറഞ്ഞ കാര്യം തന്നെ, രണ്ടു മരുമക്കളോടും ഒരേ കാര്യം തന്നെയാ പറഞ്ഞത്. പക്ഷെ ഒരാൾ അവിടെ കൊണ്ട് വിട്ടു പിരിയാൻ തീരുമാനിച്ചു. പക്ഷേ 15-ാം അധ്യായത്തിലേക്ക് വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരാൾ അമ്മായിയമ്മയോട് പറ്റിച്ചേരുവാൻ തീരുമാനിച്ചു. നോക്കുക, രണ്ടു മരുമക്കളിലും ദൈവ പദ്ധതി എങ്ങനെയാണ്? ഓർപ്പയെ അവിടെ കൊണ്ട് അവസാനിപ്പിച്ച് പിരിച്ചുവിടാനും രൂത്തിനെ അമ്മായിയമ്മയോടൊപ്പം അല്ലെങ്കിൽ ബേത്ലഹേമിൽ കൊണ്ടുവരാനും ദൈവത്തിന്റെ ഒരു പദ്ധതി കിടക്കെ. നവോമിയുടെ അധരങ്ങളിലൂടെ പിശാച് പറയുന്നു, നിന്റെ സഹോദരി ഓർപ്പയെ പോലെ നീയും നിന്റെ ജനത്തിന്റെ ഇടയിലേക്കും നിന്റെ ദൈവത്തിന്റെ ദേവന്റെ അടുക്കലേക്കും മടങ്ങിപ്പോക എന്ന് പറഞ്ഞു പിശാച് നവോമിയുടെ അധരങ്ങളിലൂടെ അവളെയും ദൈവ പദ്ധതിയിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഹല്ലേലൂയ രൂത്ത് അവളോടങ്ങ് പറ്റിച്ചേരുക. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഒരു കാര്യം ആ ഭാഗത്തുനിന്നൊരു ദൂതായി ഞാൻ വിളിച്ചു പറയാ. രൂത്തിന്റെ അകത്തുള്ള ദൈവ പദ്ധതിയെ കുറിച്ച് അമ്മായിയമ്മയ്ക്ക് കൃത്യമായ അറിവുണ്ടായിരുന്നില്ല. രൂത്തിനെ ഈ കുടുംബത്തിന്റെ അകത്തേക്ക് കൊണ്ടുവരുന്നതിന്റെ പുറകിൽ ഒരു ദൈവത്തിന്റെ പദ്ധതിയുണ്ടെന്ന് അമ്മായിയമ്മയ്ക്ക് അറിയാമായിരുന്നില്ല. പക്ഷെ പിശാചിനറിയാമായിരുന്നു രൂത്തിനകത്ത് എന്തോ ദൈവ പദ്ധതിയുണ്ടെന്ന്. അതുകൊണ്ട് അമ്മായിയമ്മയെ കൊണ്ട് പിശാച് പറയിപ്പിച്ചു, ഇവളെയും കൂടെ ഇവിടെ നിന്ന് വിട്ടു പോകത്തക്ക നിലയിൽ അവളോട് സംസാരിക്കുക. പിശാച് നവോമിയുടെ ഉള്ളിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു, നിന്നെ കുറിച്ചുള്ള ദൈവ പദ്ധതി ഒരുപക്ഷെ നിന്റെ അമ്മയ്ക്കോ അപ്പനോ സഹോദരങ്ങൾക്കോ ഭർത്താവിനോ ഭാര്യയ്ക്കോ മക്കൾക്കോ ഹല്ലേലൂയ ഒന്നും നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അറിയുവാൻ ഹല്ലേലൂയ കഴിഞ്ഞെന്ന് വരത്തില്ല. പക്ഷേ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഒരു ദൂതായി വിളിച്ചു പറയുന്നു, ഒരു ദൈവ പദ്ധതി നിന്റെ മേൽ ഉണ്ടെങ്കിൽ
അല്ല നിന്റെ കൂടെ നിൽക്കുന്നവർ നിന്നെ പുറകോട്ട് വലിക്കാൻ നോക്കിയാലും, കൂടെ നിൽക്കുന്നവർ നിന്റെ കൂട്ടത്തിൽ നിന്ന് അകറ്റുവാൻ നോക്കിയാലും, ഒരു ദൈവ പദ്ധതി നിന്റെ മേൽ കിടക്കുന്നിടത്തോളം രൂത്തേ ഹല്ലേലൂയ മോവാബിലേക്ക് ഒരു മടങ്ങിപ്പോക്കിനി നിനക്കുണ്ടാകത്തില്ല. കാരണം ബേഥലഹേം നിനക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളുടെ പരിശുദ്ധാത്മ പറയുന്നു, നീ ഒരു രൂത്തിനെ പോലെ ഹല്ലേലൂയ ദൈവത്തോട് പറ്റി നിന്നാൽ, ദൈവത്തോട് ചേർന്ന് നിന്നാൽ, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ശക്തമായി പറയുന്നു, ആരൊക്കെ നിന്നെ പിന്തിരിപ്പിക്കുവാനും പുറകോട്ട് വലിക്കാനും നിന്നെ മുച്ചോട് മുടിക്കാൻ നോക്കിയാലും, മറ്റു പലരെയും കാണിച്ച് അതുപോലെ നിനക്കും ആകത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് നിന്നെ പുറകോട്ട് പിന്തിരിപ്പിക്കാൻ നോക്കുമ്പോൾ ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൂതായി വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, ആരെല്ലാം നിനക്കെതിരെ, ആരിലൂടെയല്ല പിശാച് നിനക്കെതിരെ സംസാരിച്ചാലും നീ മോവാബിലേക്ക് മടങ്ങി പോകേണ്ടവളല്ല. ബേഥലഹേമിൽ ദൈവം നിനക്ക് വേണ്ടി ചില പ്രവർത്തികൾ ചെയ്തെടുക്കുന്നുണ്ട്. യഹൂദന്മാരുടെ വംശപാരമ്പര്യത്തിന്റെ അകത്ത് നിന്റെ പേര് വരുത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അനേകരുടെ ഇടയിൽ നിന്റെ പേരും കൂടെ ആഡ് ചെയ്യുവാൻ ദൈവാത്മാവിന് പദ്ധതിയുള്ളത് കൊണ്ട് ആ രൂത്ത് എന്തെല്ലാം പറഞ്ഞാലും അവൾ പിന്മാറി പോകത്തില്ല. അകത്ത് അഭിഷേകമുള്ളവൻ, അകത്ത് ദൈവ പദ്ധതി ഉള്ളവൻ, എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും അവൻ പിന്തിരിഞ്ഞു പോകത്തില്ല കേട്ടോ. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുള്ളൂ? ഉടബലവശന്തന ദൈവാത്മ പറയുന്നു, ചിലര് ഈ ദിവസങ്ങളിൽ സ്വർഗം മാനിക്കാൻ പോകുകയാ. ചില ബന്ധങ്ങൾ തകർക്കുവാൻ, സ്തോത്രം, ദൈവദാസന്മാരുമായിട്ടുള്ള ആത്മീക ബന്ധം, കുടുംബത്തിന്റെ അകത്ത് ഭർത്താവുമായിട്ടുള്ള ബന്ധം, ഭാര്യയുമായിട്ടുള്ള ബന്ധം, മക്കളുമായിട്ടുള്ള ബന്ധം, സ്നേഹിതരുമായിട്ടുള്ള ബന്ധം തകർത്ത് ഒഴിവാക്കാൻ, മാറ്റുവാൻ നോക്കുക. ഇവിടെ സത്യത്തിൽ പിശാച് രൂത്തിനോട് നവോമി എന്ന അമ്മായിയമ്മയിലൂടെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമാണ്, സ്തോത്രം, നീ നിന്റെ സഹോദരി തന്റെ ജനത്തിന്റെയും തന്റെ ദേവന്റെയും അടുക്കൽ മടങ്ങിപ്പോയല്ലോ, നീയും നിന്റെ സഹോദരിയുടെ പിന്നാലെ പോയിക്കൊള്ളുക. സ്തോത്രമുണ്ടോ? നീയും സഹോദരിയുടെ പിന്നാലെ പോയിക്കൊള്ളുക. അതുകൊണ്ട് ഒരുപക്ഷേ ദൈവഹിതം മനസ്സിലാക്കാതെ നമ്മെക്കുറിച്ച് പലരും പലതും പറഞ്ഞെന്ന് വരും. പക്ഷെ ദൈവ പദ്ധതി കിടക്കുന്നിടത്തോളം ദുഷ്ടന്റെ പദ്ധതികളൊന്നും നമ്മിൽ നടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു ദൈവത്തിന് മഹത്വം കൊടുത്തു കേട്ടോ. ഇങ്ങനെ അമ്മായിയമ്മയിലൂടെ പിശാചിങ്ങനെ ഇവളോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുക. ഏതെങ്കിലും തരത്തിൽ ഇവളെ മോവാബിൽ ഒഴിവാക്കണം, ഇവൾ ബേഥലഹേമിൽ എത്താൻ പാടില്ല എന്നുള്ളത് പിശാചിന്റെ പദ്ധതിയാണ്. സ്തോത്രം മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ. രൂത്ത് മോവാബിൽ നിന്ന് ബേഥലഹേമിൽ വരാൻ പാടില്ല. അവൾ വന്നാൽ അവളിലൂടെ അവൾ ബോവസിനെ വിവാഹം കഴിക്കും. അതുപോലെ ബോവസിലൂടെ ഓബേദും, ഓബേദിലൂടെ ഇശായിയും, ഇശായിൽ നിന്ന് ദാവീദും, ദാവീദിന്റെ വംശപാരമ്പര്യത്തിൽ ക്രിസ്തുവും ജനിക്കും. അങ്ങനെ ഒരു വലിയ ദൈവ പദ്ധതിയുടെ ഒരു ദൈവി അടയാളപ്പെടുത്തൽ ഈ രൂത്തിന്റെ മേൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും രൂത്ത് മോവാബിൽ വരാൻ പാടില്ല. മോവാബിൽ നിന്ന് ബേഥലഹേമിൽ വരുവാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്ന ദൈവമക്കളോട് ദൈവത്തെ സ്തുതിക്കുക. അവൾ മോവാബിൽ നിന്ന് അവിടെ എത്തിയാൽ, മോവാബിൽ നിന്ന് ബേഥലഹേമിൽ വന്നാൽ, ബേഥലഹേമിൽ ഇവളുടെ പേര് വലുതാകും. രൂത്ത് നിമിത്തം നവോമിയുടെ കുടുംബം അവിടെ ഉയർത്തപ്പെടും. അതുകൊണ്ട് നവോമിയുടെ കുടുംബത്തെ മുച്ചോട് മുടിച്ചു കളയുവാൻ, അല്ലെ മോവാബിൽ വെച്ച് തന്റെ ഭർത്താവിനെയും 2 ആൺമക്കളെയും അല്ലെ തകർത്ത് കളഞ്ഞ പൈശാചിക വ്യാപാരം അവിടെയുണ്ട്. നവോമിയും കൂടെ അവിടെ വെച്ച് തീർക്കണം. ഈ കുടുംബവും വംശവും എന്ന് പറഞ്ഞ് പിശാച് നവോമിയുടെ കുടുംബത്തിന് വിരോധമായി ശക്തിയോടെ പ്രവർത്തിക്കുമ്പോഴാണ് രൂത്ത് എന്ന് പറയുന്ന മോവാബ്യ സ്ത്രീ ഇവളോടുകൂടെ ബേഥലഹേമിലേക്ക് വരുവാനുള്ള പദ്ധതി ഒരുക്കുമ്പോൾ പിശാച് അതിനെ മാക്സിമം തടയുവാൻ, രൂത്ത് ബേഥലഹേമിൽ വരുന്ന സകല വഴികളും അടയ്ക്കുവാൻ നവോമിയുടെ അധരങ്ങളെ അതിനായി ചലിപ്പിക്കുകയാണ് കേട്ടോ. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പരിശുദ്ധാത്മ പറയുന്നു, നീ ചില ദേശത്ത് വരാൻ പാടില്ല, നീ ചില ദേശത്ത് ചെല്ലാൻ പാടില്ല എന്ന് നിനക്ക് വിരോധമായി പിശാച് ഒരുക്കുന്ന ചില കെണികളെ ഇന്ന് രാത്രി പൊട്ടിക്കുവാൻ സർവശക്തന്റെ അധികാരം ഈ സന്ദേശത്തിലൂടെ ചില കുടുംബങ്ങൾക്കകത്തേക്ക് ചലിക്കുന്നു, ചില വ്യക്തികളുടെ മേൽ ചലിക്കുന്നു. നിന്നെ ഹല്ലേലൂയ ചിലയിടത്ത് വരുത്തത്തില്ല. നീ ചില സ്ഥലങ്ങളിൽ വരാൻ പാടില്ല, ചില വീടുകളിൽ നീ വരാൻ പാടില്ല, ചില സഭകളിൽ നീ വരാൻ പാടില്ല. കാരണം അവിടെ നിന്റെ സാന്നിധ്യം വന്നാൽ ചില വിടുതലുകൾ നടക്കും, ചില ദൈവപ്രവൃത്തി നടക്കും, ചിലര് സൗഖ്യമാക്കും, ചിലര് നന്മ പ്രാപിക്കുമെന്നൊക്കെ പിശാചിന് മനസ്സിലാകുമ്പോൾ ചില ഇടങ്ങളിൽ നീ വരാതിരിക്കാനുള്ള
പദ്ധതി പിശാച് വഴിയിലൊരുക്കും കേട്ടോ. ഇവിടെ വഴിയിൽ തടസ്സം കയറി നിൽക്കുകയാ. ഓ സ്തോത്രം. ഇന്ന് ഈ സന്ദേശം കേട്ടുള്ള ദൈവമക്കളുടെ ആത്മാവിൽ ഞാൻ പറയാം, ഹല്ലേലൂയ, നിന്നെ കുറിച്ചുള്ള ദൈവ പദ്ധതി നടക്കാതിരിക്കുവാൻ വെല്ലുവിളിക്കുന്ന സകല വെല്ലുവിളികളെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ശക്തിയാൽ ദൈവം പൊട്ടിക്കാൻ പോകുക. ഇനി ശ്രദ്ധിച്ചേ, വേഗത്തിൽ ഞാൻ ആ ഭാഗത്തിലേക്ക് വന്ന് ആ കാര്യങ്ങളിലേക്ക് വന്ന് അവസാനിപ്പിക്കുക. പ്രൈസലോടെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഈ നവോമി തന്റെ മരുമകളെ ഒഴിവാക്കുവാൻ പല കാര്യങ്ങൾ അവളുടെ വായിലൂടെ പുറത്തു വന്നെങ്കിലും ഒടുവിൽ 16-ാം വാക്യത്തിൽ രൂത്ത് പ്രതികരിക്കാൻ തുടങ്ങി. എന്താണ്? തന്നോട് നിരന്തരമായി പല പ്രാവശ്യമായി ഈ അമ്മായിയമ്മ പറയുന്നു, നിന്റെ സഹോദരി ഓർപ്പ പോയതുപോലെ നിന്റെ ജനത്തിലേക്കും നിന്റെ ദേവന്റെ അടുക്കലേക്കും മടങ്ങിപ്പോയി എന്ന് പറഞ്ഞ് മുൻപ് പോയ ഓർപ്പയെ ചൂണ്ടിക്കാണിച്ച് ഇവിടെയും കൂടെ പിന്നാലെ മടക്കി വിടുക ഈ അമ്മായിയമ്മയിലൂടെ പിശാച് പദ്ധതി ഒരുക്കുമ്പോൾ ഹല്ലേലൂയ രൂത്ത് പ്രതികരിക്കുവാൻ തുടങ്ങി. എന്താണ് പ്രതികരിച്ചത്? ആ അമ്മായിയമ്മയുടെ രൂത്ത് പറഞ്ഞു, നിന്നെ വിട്ടുപിരിയുവാൻ, നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാൻ ഇനി മേലാൽ എന്നോട് പറയരുത്. സ്തോത്രം കണ്ടോ? അവളെ വാക്ക് അവിടെ ബ്ലോക്ക് ചെയ്യുക. ഇനി എന്നോട് നീ പറയുന്നത് ഇങ്ങനെ ഒരു വർത്തമാനം എന്റെ മുമ്പിൽ പറയരുത്. എന്താണ് വർത്തമാനം എന്ന് പറയുന്നത്? ഹല്ലേലൂയ, നിന്നെ വിട്ടുപിരിയാൻ എന്നോട് പറയരുത്, നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകാൻ എന്നോട് പറയരുത്. കാരണം ഞാൻ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. അതാണ് 1-ാം അധ്യായത്തിന്റെ വിഷയം. ഹല്ലേലൂയ, രൂത്തിന്റെ തീരുമാനമാണ്. എന്താണ് രൂത്ത് എടുത്ത തീരുമാനം എന്ന് പറയുന്നത്? ആ തീരുമാനം ഇതാണ്. സ്തോത്രം. നീ പോകുന്നിടത്ത് ഞാൻ പോരും, നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും, നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. കണ്ടോ? രൂത്തിന്റെ വലിയൊരു തീരുമാനമാണ്. ഈ അമ്മായിയമ്മ രൂത്തിന്റെ മനസ്സറിഞ്ഞില്ല. അവളെടുത്ത തീരുമാനം അമ്മായിയമ്മ അറിഞ്ഞില്ല. ഈ അമ്മായിയമ്മ പറയുന്നു, മടങ്ങിപ്പോകുക, നിന്റെ ദേവന്റെ അടുക്കിലേക്ക്, നിന്റെ ജനത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുക. ഇനിയും വിവാഹം കഴിച്ച് നീ കുടുംബമായി സന്തോഷമായി ജീവിക്കുക, എന്നോടൊപ്പം വരാതിരിക്കണമെന്ന് അമ്മായിയമ്മ പറഞ്ഞപ്പോൾ അവളുടെ തീരുമാനം അവൾ പബ്ലിക്കിൽ പൊതുവെ പുറത്തേക്ക് വരുത്തുകയാണ്. സ്തോത്രം. എന്നെ വിട്ടുപിരിയാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകാനും ഇനി മേലാൽ പറയരുത്. നിനക്ക് വിരോധമായി നിന്റെ മേലുള്ള ദൈവ പദ്ധതിക്കെതിരെ ആരൊക്കെ ശബ്ദിച്ചാലും ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, ആ ശബ്ദങ്ങളെ ദൈവാത്മാവിൽ ഹല്ലേലൂയ അടക്കുവാനുള്ള ഒരു അധികാരം ദൈവം നിനക്ക് നൽകാൻ പോകുകയാണ്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളുടെ പരിശുദ്ധാത്മ വ്യക്തിപരമായി ഇന്ന് രാത്രി സംസാരിക്കുന്നു. ദൂതേറ്റെടുക്കുന്നവർ കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുത്ത് ആരാധിച്ചോണം. പ്രൈസ് ദൂത് ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോടാണ്. ഹല്ലേലൂയ, നിന്നെ പിന്തിരിപ്പിക്കുവാൻ, നില്ല ദൈവപ്രവർത്തികൾ നിന്നിലൂടെ വെളിപ്പെടാതിരിക്കുവാൻ, നീ ചില ദേശങ്ങളിൽ വന്ന് ചില നന്മ പ്രാപിക്കാതിരിപ്പാൻ, ഹല്ലേലൂയ, നിനക്ക് വിരോധമായി ചലിക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങളുടെ മോവാബിലെ പോരുകളുണ്ട്. പ്രൈസ്. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, നിനക്ക് വിരോധമായി ആ നിലയിൽ സംസാരിക്കുന്ന നിന്നിലുള്ള ദൈവപദ്ധതിക്കെതിരെ, ദൈവികമായ ഇടപെടലുകൾക്കെതിരെ ഹല്ലേലൂയ പറയുന്നവരുടെ ആദരമടക്കാനുള്ള ഒരു അഭിഷേകം ഇന്ന് രാത്രി ചിലരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറുന്ന രാത്രിയാണ്. അത് പ്രാപിക്കുന്ന ദൈവമക്കൾ, അധികാരം പ്രാപിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി ദൈവത്തിന് മഹത്വം കൊടുത്തു. കർത്താവ് ചിലരെ അധികാരത്തോടെ ഈ ദിവസങ്ങളിൽ ചലിപ്പിക്കുവാൻ പോകുന്നു. സ്തോത്രം. ചിലതിനെ നിയന്ത്രിക്കുവാൻ, ചിലരുടെ വാക്കുകളെ നിയന്ത്രിപ്പാൻ, ചിലരോട് തുറന്ന് ഹല്ലേലൂയ പറയുവാനുള്ള ഒരഭിഷേകം. ഇനി എന്നോട് അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞ് ഹല്ലേലൂയ നവോമിയുടെ വായിലൂടെ വരുന്ന പൈശാചിക വർത്തമാനങ്ങളെ അവൾ അടക്കി. എന്നിട്ട് അവൾ പറയുന്നു, സ്തോത്രം, നീ പോകുന്നിടത്തോട്ട് ഞാനും പോരുക, നീ പാർക്കുന്നിടത്ത് ഞാൻ ഇനിയും പാർക്കും, നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. ഇതാണ് രൂത്തിന്റെ തീരുമാനം. നിന്റെ ജനമാണ് എന്ന് പറഞ്ഞാൽ യഹൂദാ ജനമാണ് ഇനി എന്റെ ജനം, മോവാബിനല്ല. ഞാൻ അതിനെ അങ്ങോട്ട് വിടുകയാണ്. സ്തോത്രം. ഞാൻ മോവാബിനെ വിടുന്നു, എന്നിട്ട് നിന്റെ ജനത്തെ ഞാൻ പിടിക്കുന്നു. മോവാബിൽ ഇഷ്ടപ്പെട്ട ദേവന്മാർ പലരും എനിക്കുണ്ടായിരുന്നു, പക്ഷെ നിന്റെ കുടുംബത്തിനകത്ത് വന്നതോടുകൂടെ മോവാബിലെ എന്റെ ഇഷ്ട ദൈവങ്ങളെ ഞാൻ വേണ്ടെന്ന് വെക്കുന്നു. അവിടുത്തെ ദൈവമാണ് ഇനി എന്റെ ദൈവം. ഹല്ലേലൂയ. നവോമിയുടെ ജീവിതത്തിന്റെ ചരിത്രം അധ്യായങ്ങളിലേക്ക് വ്യാപിപ്പിച്ചതിന്റെ കാരണം സ്തോത്രം അവളുടെ ഈ ഉറച്ച തീരുമാനമാണ്. എന്താ തീരുമാനം? യഹൂദാ ജനത്തെ, നവോമിയുടെ ജനമായ യഹൂദാ ജനത്തെ തന്റെ ജനമായി അംഗീകരിക്കുവാനും, നവോമിയുടെ ദൈവമായ യഹോവയായ ദൈവത്തെ അന്നു മുതൽ തന്റെ ദൈവമായി അംഗീകരിക്കാനും രൂത്ത് തയ്യാറായതാണ്. രൂത്തിന്റെ ചരിത്രം 2
3, 4 അധ്യായങ്ങളിലേക്ക് വ്യാപിച്ചതിന്റെ കാരണം അവരുടെ തീരുമാനമാകട്ടോ. എന്നറിയാം 14-ാം വാക്യം കൊണ്ട് അവളോടൊപ്പം ഉണ്ടായിരുന്ന ഈ അമ്മായിയമ്മയുടെ മറ്റൊരു മരുമകൾ ഓർപ്പ 1:14 കൊണ്ട് ഓർപ്പയുടെ ചരിത്രം അസ്തമിച്ചു, അവസാനിച്ചു. പക്ഷെ എന്നിട്ടും രൂത്തിന്റെ ചരിത്രം തുടരുന്നു. രൂത്ത് അധ്യായങ്ങളിലേക്ക് വ്യാപിക്കുന്നു. യേശുവിന്റെ വംശാവലിക്കകത്തേക്ക് വന്ന് കയറുന്നു. എന്താണ് അതിന്റെ പുറകിലെ രഹസ്യം എന്ന് പറയുന്നത്? ആ രഹസ്യം അമ്മായിയമ്മയുടെ ആത്മാർത്ഥതയൊന്നുമല്ല, മറിച്ച് രൂത്ത് എടുത്ത ആ ഒരു വലിയ തീരുമാനം. അല്ലെങ്കിൽ യഹൂദ ജനത്തെ അവളുടെ ജനമായും യഹൂദന്മാരുടെ ദൈവമായ സത്യദൈവമായ യഹോവയെ അവളുടെ ദൈവമായും അവൾ അങ്ങ് ഹല്ലേലൂയ ചേർത്ത് പിടിച്ചു. അവളുടെ മനസ്സിൽ നിന്ന് മറ്റ് അന്യായ ദൈവങ്ങളൊക്കെ മാറിപ്പോയി. യഹൂദന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് അവളുടെ ജീവിതത്തിൽ അവൾ ഇടമൊരുക്കിയപ്പോൾ ഹല്ലേലൂയ ഓർപ്പയുടെ ചരിത്രം 14-ാം വാക്യത്തിൽ അവസാനിച്ചെങ്കിൽ വീണ്ടും അധ്യായങ്ങളിലേക്ക് രൂത്തിന്റെ ചരിത്രം ദൈവം വ്യാപിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളുടെ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയാ, ദൈവത്തോട് ഉറച്ച തീരുമാനത്തോട്, ദൈവത്തോട് വിശ്വസ്തമായ തീരുമാനത്തോട് ഞാനും നിങ്ങൾ മുൻപോട്ട് പോയാൽ രൂത്തിനെ ആദരിച്ചതുപോലെ എന്നെയും നിങ്ങളെയും ആദരിപ്പാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നവർ കരമടിച്ച് ഇന്ന് രാത്രി കർത്താവിന് മഹത്വം കൊടുക്കട്ടോ. നിനക്കും ഒരു ചരിത്രം ഉണ്ടാക്കുക, നിന്നെയും അല്ലെങ്കിൽ അധ്യായങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക, നിന്റെ സ്ഥിതികളെ വ്യാപിപ്പിക്കുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഇതിന്റെ മധ്യേ ചലിക്കുകയാ. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇതിനകത്തിരിക്കുന്നവരുടെ ദൈവാത്മാവ് ദൂത് പറയും കേട്ടോ. വചനത്തോടെ ഏറ്റെടുത്തോണം. ദൈവത്തെ ആരാധിച്ചു മഹത്വം കരയറ്റണം കേട്ടോ. അതിശക്തമായ ഒരു ഇടപെടലാണ് ഇവിടെ നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തന്നോടുകൂടെ പോരുവാൻ അവൾ ഉറച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവളോട് സംസാരിക്കുന്നത് മതിയാക്കി കേട്ടോ. ഇന്ന് രാത്രി സ്തോത്രം, നിനക്ക് വിരോധമായി സംസാരിക്കുന്ന ചിലരുടെ സംസാരങ്ങൾ അവർ മതിയാക്കത്തക്ക നിലയിൽ ചില ദൈവിക ഇടപെടലുകൾ ചിലരുടെ മേൽ വ്യാപരിക്കുമെന്ന് ആത്മാവ് ഒരു ദൂതായി വിളിച്ചു പറയുന്നു. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രിയുണ്ട്? നിന്റെ തലമുറയ്ക്കെതിരെ, നിനക്ക് വ്യക്തിപരമായ ജീവിതത്തിനെതിരെ, നിന്റെ ആത്മീയതയ്ക്കെതിരെ, ആരാധനയ്ക്കെതിരെ, അഭിഷേകത്തിനെതിരെ, നിന്റെ കുടുംബജീവിതത്തിനെതിരെ, ശുശ്രൂഷകൾക്കെതിരെ, സ്തോത്രം, നിന്റെ സാമ്പത്തിക മണ്ഡലങ്ങൾക്കെതിരെ നിനക്ക് വിരോധമായി പറയുന്ന ചിലരുടെ പറച്ചിൽ അവര് തന്നെ മതിയാക്കത്തക്ക നിലയിൽ ദൈവത്തിന്റെ ഇടപെടലുകൾ രൂത്തിന്മേൽ വ്യാപരിച്ചതുപോലെ ഇതിനകത്തിരിക്കുന്ന ചില ദൈവമക്കളുടെ മേൽ, ദൈവദാസന്മാരുടെ മേൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കളിലേക്ക് ഇന്ന് രാത്രി ദൈവകൃപയുടെ അസാധാരണമായ ഒഴുക്ക് വെളിപ്പെടുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു കേട്ടോ. ഒരു അധികാരം ചിലരുടെ മേൽ വെളിപ്പെടാൻ പോകുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലേ, നിന്റെ ആത്മീയതയ്ക്കെതിരെ പറയുന്നവരുണ്ട്, നിന്റെ കുടുംബ ജീവിതത്തിനെതിരെ പറയുന്നവരുണ്ട്, നിന്റെ വിശുദ്ധ ജീവിതത്തിനെതിരെ പറയുന്നവരുണ്ട്, നിന്റെ മേലുള്ള അഭിഷേകത്തിനെതിരെ വരെ പറയുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിലരുടെ പറച്ചിലുകൾ അവര് തന്നെ മതിയാക്കാൻ പോകുക. എന്താ കാരണമെന്നറിയാമോ? നീ ദൈവസന്നിധി രൂത്തിനെ പോലെ ഒരു ഉറച്ച തീരുമാനമെടുക്കണം. നിന്റെ ദൈവം എന്റെ ദൈവമാ, നിന്റെ ദൈവം എന്റെ ദൈവം. സ്തോത്രം. നിന്റെ ദൈവം എന്റെ ദൈവം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ദൈവത്തോട് ഒരു ഉറച്ച തീരുമാനത്തോടെ മുന്നോട്ട് പോയാൽ രൂത്തിനെ ആദരിച്ചതുപോലെ ദൈവം നമ്മയും ആദരിപ്പാൻ ശക്തനായ ദൈവമാണ്. എന്നിട്ട് അടുത്ത വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവർ രണ്ടുപേരും ബേഥലഹേമിൽ വരെ നടന്നു. അങ്ങനെ അവർ അവിടെ നിന്ന് മോവാബിൽ നിന്ന് ബേഥലഹേമിലേക്ക് ഒരുമിച്ച് നടക്കുകയാണ്. അവർ ബേഥലഹേമിൽ എത്തിയപ്പോൾ പട്ടണം മുഴുവനും അവരുടെ നിമിത്തം ഇളകി. ഇവൾ നവോമിയോ എന്ന് സ്ത്രീജനം പറഞ്ഞു. സ്തോത്രം. ഹാലേലൂയ. ഞാൻ നവോമിയല്ല, മാറാ എന്ന് വിളിപ്പീൻ. സർവശക്തൻ എന്നോട് ഏറ്റവും കൈപ്പായി ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ബേഥലഹേമിൽ തനിക്ക് അനുകൂലമായി വന്ന ജനം കണ്ടോ. ബേഥലഹേമിനെ ഇളക്കുവാൻ കഴിയുന്ന ഒരു ദൈവപ്രവൃത്തി. എനിക്ക് തോന്നുന്നു ഈ നവോമി വന്നതിലല്ല പട്ടണം ഇളകിയത്. കാരണം നവോമിയെ കുറിച്ച് വലിയ ദൈവപദ്ധതിയൊന്നും കാണുന്നില്ല. പക്ഷെങ്കിൽ പട്ടണം ഇളകിയത് രൂത്തിന്റെ വരവാ. പക്ഷെ ജനം അറിഞ്ഞിട്ടില്ല രൂത്ത് വരുന്നത് ഒരു ദൈവിക നിയോഗത്തിൽ വരുന്നവഴാ, ഒരു ദൈവ പദ്ധതിയുടെ നിർവഹണത്തിന്. അതായത് ലോകരക്ഷകനായ യേശുവിനെ ജനിപ്പിക്കുവാനുള്ള വംശപാരമ്പര്യത്തിന്റെ ഒരു തുടക്കമെന്ന
തക്കവണ്ണം വെളിപ്പെടുന്ന ഒരു സ്ത്രീയാണ് രൂത്ത്. അങ്ങനെ ഒരു വെളിപ്പെട യേശുക്രിസ്തുവിന്റെ വംശപാരമ്പര്യത്തിനിടയിൽ നിൽക്കുവാൻ ദൈവം കണ്ടിരിക്കുന്ന വ്യക്തിയാണ് രൂത്ത്. നവോമി അതിന്റെ ഇടയ്ക്കില്ല കേട്ടോ, പക്ഷെ രൂത്ത് അതിന്റെ ഇടയ്ക്കുണ്ട്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത്, എന്നോട് ദൈവാത്മാവ് ഇടപെട്ടത്, ഹല്ലേലൂയ, നവോമിയുടെ തകർന്ന വരവ് കണ്ടല്ല പട്ടണം ഇളകിയത്. രൂത്ത് നവോമിയോടൊപ്പമുണ്ട്. അവൻ രൂത്തിന്റെ സാന്നിധ്യമാണ് ബേഥലഹേം പട്ടണത്തിലെ ജനം ഇളകുവാൻ ഇടയായതെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവി ഞാൻ പറയാം, സ്തോത്രം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോ ദൈവ പദ്ധതിയോ ദൈവ നിയോഗമോ ഉള്ളവന്റെ മുമ്പിൽ പട്ടണങ്ങൾ, ദേശം ഇളകുവാൻ പോകുക, പട്ടണങ്ങൾ മുഴുവൻ ഇളകുവാൻ പോകുക കേട്ടോ. അങ്ങനെ ഒരു വലിയ അഭിഷേകം ചിലരുടെ മേൽ കൈമാറാൻ ദൈവാത്മാവിന് പദ്ധതിയുണ്ട്. ഷാജി പാസ്റ്ററെ, പരിശുദ്ധാത്മാവ് പറയുന്നു, പട്ടണങ്ങളെ ഇളക്കുന്ന ഒരു അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കാൻ പോകുക. പ്രൊഫസർ, ദൈവാത്മാവ് പറയുന്നു, ഒരു രൂത്തിനെ പോലെ ഞാൻ നിന്നെ പട്ടണങ്ങൾക്കകത്ത് ഉപയോഗിക്കാൻ ദൈവാത്മാവിന് പദ്ധതിയുണ്ട്. ദിവസങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ദൈവത്തിന്റെ ചില പ്രവർത്തികൾ വെളിപ്പെടാൻ പോകുക. ഹല്ലേലൂയ. അപ്പോൾ പട്ടണമിളകിയതിന്റെ കാരണം നവോമി തകർന്നു വരുന്ന നവോമിയെ കണ്ടിട്ടല്ല, മറിച്ച് നവോമിയോടൊപ്പമുള്ള സ്തോത്രം, ഹല്ലേലൂയ, ഈ രൂത്ത് നിമിത്തമാണ് പട്ടണത്തിലെ ജനമിളകുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. പട്ടണങ്ങളെ ഇളക്കുന്ന, പട്ടണങ്ങളെ സന്തോഷിപ്പിക്കുന്ന ചില ദൈവ പദ്ധതികളോടുകൂടെ രൂത്തിനെ ദൈവം എഴുന്നേൽപ്പിച്ചതുപോലെ ഈ സന്ദേശം കേൾക്കുന്ന ചിലരെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായ ദൂത് ഇന്ന് രാത്രി കൈമാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓ സ്തോത്രം. 22 ഇങ്ങനെ നവോമി മോവാബ് ദേശത്തോടുകൂടെ പോന്ന മരുമകൾ രൂത്ത് എന്ന മോവാബ്യ സ്ത്രീയുമായി മടങ്ങി വന്നു. പ്രൈസ്. അവർ കൊയ്ത്തിന്റെ ആരംഭത്തിൽ അവർ എത്തിയത് നല്ല സമയത്താ, ഏറ്റവും നല്ല സമയത്ത് ദൈവം അവരെ അവിടേക്ക് മടക്കി വരുത്തി. കണ്ടോ, ഇവിടുന്ന് പോകുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, കൊയ്യുവാൻ വയലുകളിൽ ഒന്നുമില്ല. അങ്ങനെ ഒരു വലിയ ശൂന്യത, വലിയൊരു ക്ഷാമം നേരിട്ടപ്പോൾ 10 വർഷങ്ങൾക്ക് മുൻപ് ഈ നവോമി തന്റെ കുടുംബവുമായി അവിടേക്ക് കടന്നുപോയത്. 10 വർഷം കഴിഞ്ഞ് അവൾ മോവാബിൽ നിന്ന് ബേഥലഹേമിലേക്ക് മടങ്ങി വരുമ്പോൾ കൊയ്ത്തിന്റെ ആരംഭമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് വന്നത് ഒരു കൊയ്ത്തിന്റെ സമയമാണ്. സ്തോത്രം. രൂത്തിനെ വയലിലേക്ക് 2-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞു വിടുകയാ. രൂത്ത് ബോവസിന്റെ വയലിൽ ചെന്ന് ഹല്ലേലൂയ കറ്റ ചുമന്നുകൊണ്ട് വരികയാ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ചിലരുടെ ജീവിതത്തിൽ ചില കൊയ്ത്തിന്റെ ആരംഭങ്ങൾ ശുശ്രൂഷ മേഖലകളിൽ, ആത്മീക മണ്ഡലത്തിൽ ഇതുവരെയുള്ള അവസ്ഥയല്ല കേട്ടോ. സ്തോത്രം. ഒരു കൊയ്ത്തിന്റെ ആരംഭത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരിക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിന്നെ കൊണ്ട് ചിലത് കൊയ്തെടുക്കുവാൻ, നിന്നെ കൊണ്ട് വയലിൽ നിന്ന് ചിലത് പുറക്കി ചുമന്ന് കുടുംബത്തിന്റെ അകത്ത് കൊണ്ടുവരാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വയലിനകത്തേക്ക് ചിലരെ ഇറക്കാൻ പോകുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വയലിൽ നിന്ന് ചുമക്കുവാൻ നവോമിയുടെ വാർദ്ധക്യത്തിൽ അവൾക്ക് സാധിക്കില്ല, പക്ഷേ അവൾക്ക് വേണ്ടി ചുമക്കുവാൻ ഒരു രൂത്തിനെ ദൈവം 2-ാം അധ്യായത്തിൽ വയലിനകത്ത് കൊണ്ടുവരുന്നു. പലരെ കൊണ്ടും നടക്കാത്തത് ദൈവം നിന്നിലൂടെ സഭയ്ക്കകത്ത് ചെയ്യുവാൻ ദൈവാത്മാവിന് പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? ദൈവം പറയുന്നു കേട്ടോ. ഹല്ലേലൂയ. ഓ സ്തോത്രം. രാജ്യം എന്ന് പറയുന്ന ശിശുവോട് ദൈവാത്മ പറയുന്നു, ഈ ദിവസങ്ങളിൽ കർത്താവിനോട് അടുത്തു നിൽക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്ക്. ഒരു രൂത്തിനെ പോലെ നവോമിയോട് പറ്റി നിന്നാൽ നിനക്ക് വേണ്ടി ബോവസിന്റെ വയൽ, ഹല്ലേലൂയ, നിനക്ക് പെറുക്കുവാനുള്ളത്. ഹല്ലേലൂയ. മറ്റ് പലർക്കും, അല്ലെങ്കിൽ നവോമിക്ക് കഴിയാതെ പോയത്, അല്ലെങ്കിൽ നവോമിയുടെ ആരോഗ്യമോ പ്രായമോ സമ്മതിക്കത്തില്ല ബോവസിന്റെ വയലിൽ ചെന്ന് അവിടുന്ന് പിറക്കിക്കൊണ്ടുവന്ന് വീടിനകത്ത് മെതിച്ച് മുന്നോട്ട് പോകാനുള്ള ആരോഗ്യം അവൾക്കില്ല. പക്ഷേ അവൾക്ക് പകരം ദൈവം അവളോട് കൂടെ കൊണ്ടുവന്ന രൂത്തിനെ ആ വയലിലേക്ക് ദൈവം ഇറക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവി രാത്രി ശക്തമായി പറയുന്നു, സ്തോത്രം, ചിലർക്ക് ഇറങ്ങാൻ കഴിയാത്ത വയലിലേക്ക്, ചിലർക്ക് പോയി ചെയ്തുകൊണ്ട് വരാൻ കഴിയാത്തത്, നിന്റെ കുടുംബത്തിനകത്ത് പലർക്കും ചെയ്യാൻ കഴിയാത്തത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ദൈവാത്മാവിന് പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ വിട്ടുകൊടുത്താൽ ചില ദൈവ പ്രവർത്തികൾ നിന്റെ കൂടാരത്തിനകത്ത് നടക്കും. ദൈവത്തിന്റെ ആത്മാവ് ഒരു വിശാലത ദാസിയെ ഇന്ന് രാത്രി ഇടപെടുന്നു കേട്ടോ. പ്രാർത്ഥിച്ചു. കർത്താവ് വയലിനകത്ത് നിന്നെ ഉപയോഗിക്കുന്ന നാളുകൾ വരും. നീ പെറുക്കും. നിനക്ക് വേണ്ടി ദൈവം ചിലത് കരുതുന്നുണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. 1-ാം അധ്യായത്തിൽ രൂത്തിന്റെ സ്തോത്രം തീരുമാനമാണ്. 2-ാം അധ്യായത്തിൽ വരുമ്പോൾ രൂത്തിന്റെ തിരഞ്ഞെടുപ്പാണ്.
രൂത്ത് വീട്ടിൽ നിന്നും ഇറങ്ങി. സ്തോത്രം. അവൾ ഒരു വയൽ ലക്ഷ്യമാക്കി പോകുകയാണ്. അങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെയുണ്ട്, കൃപയാൽ അവൾ ഭാഗ്യവശാൽ 2:3 അങ്ങനെ അവൾ പോയി വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്ന് പെറുക്കി. ഭാഗ്യവശാൽ അവൾ എലിമലേക്കിന്റെ കുടുംബക്കാരനായ ബോവസിനുള്ള വയലിലായിരുന്നു ചെന്നത്. എലിമലേക്ക് എന്ന് പറയുന്നത് അവളുടെ അമ്മായിയപ്പനെ മരിച്ചുപോയി. അവളെ ആരും പരിചയപ്പെടുത്തിയില്ല, നവോമി പരിചയപ്പെടുത്തിയില്ല. പക്ഷെ അവൾ സ്തോത്രം വീട്ടിൽ നിന്നൊരു തീരുമാനമെടുത്ത് ഇറങ്ങി. 2-ാം വാക്യത്തിൽ അവളുടെ തീരുമാനം. എന്നാൽ മോവാബി സ്ത്രീ രൂത്ത് നവോമിയോട്, ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർ പെറുക്കട്ടെ എന്ന് പറഞ്ഞു. പൊയ്ക്കൊള്ളുക മകളെ എന്ന് അവളോട് പറഞ്ഞു. അങ്ങയുടെ അമ്മായിയമ്മയുടെ അനുവാദത്തോടുകൂടെ രൂത്ത് ഒരു വയല് ലക്ഷ്യമാക്കി ഇറങ്ങി. അവൾ വന്ന് ഭാഗ്യവശാൽ അവൾ വന്നു കയറിയ വയല് സ്തോത്രം എലിമലക്കിന്റെ കുടുംബക്കാരനായ ബോവസിനുള്ള വയലിലായിരുന്നു. സ്തോത്രം. ബോവസിന്റെ വയലിലാണ് അവൾ ചെന്നുപെട്ടത്. ബോവസിന്റെ സ്വഭാവങ്ങളൊക്കെ നമുക്ക് താഴോട്ടുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാകും. ഹല്ലേലൂയ. ഈ സ്തോത്രം, ഈ പുരുഷൻ ബോവസ് എന്ന പുരുഷൻ വളരെ നല്ല സൽസ്വഭാവിയായ ഒരു മനുഷ്യനായിരുന്നു. അനുകമ്പയുള്ള ദയയുള്ള ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ഹല്ലേലൂയ, അവൾ അവിടെ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ബോവസ് വയലിലേക്ക് വന്നു. മേലാളായ ഭൃത്യനോട് ചോദിച്ചു, അല്ലെങ്കിൽ ഈ കൊയ്ത്തിന്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുവാൻ ഏർപ്പാട് ചെയ്തിരിക്കുന്ന മേലാൾ അദ്ദേഹത്തോട് ബോവസ് ചോദിക്കുന്നു, ആ സ്ത്രീ ഇന്ന് വരെ ഇവിടെ കണ്ടിട്ടില്ലാത്ത ആ സ്ത്രീ ആരാണ്, ഇവൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ, ഹല്ലേലൂയ, 6-ാം വാക്യത്തിൽ, ഇവൾ മോവാബ് ദേശത്ത് നിന്ന് നവോമിയോടുകൂടെ വന്ന മോവാബി യുവതിയാണെന്ന് പറഞ്ഞിട്ടും അവളോട് ഈ സ്തോത്രം ബോവസിന് ഒരു കരുണ തോന്നുന്നു. മോവാബിലെ യുവതിയാണെങ്കിൽ, ദൈവകൃപയിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ അവളെ വയലിൽ നിന്ന് ഓടിക്കണം, ഒഴിവാക്കണം. അവൾ നവോമിയുടെ കൂടെ വന്നോ എന്നുള്ളതല്ല, അവൾ സ്വന്തത്തിൽപ്പെട്ടതാണോ കുടുംബത്തിൽപ്പെട്ടതാണോ എന്നുള്ളതല്ല വിഷയം. അവളുടെ ജാതി മോവാബാണ്. മോവാബും 10-ാം തലമുറ പോലും ദൈവസഭയ്ക്കകത്ത് വരരുതെന്ന് പ്രമാണം വെച്ചിരിക്കുമ്പോൾ അങ്ങനെ ഒരു മോവാബി സ്ത്രീ തന്റെ വയലിനകത്ത് വന്ന് പിറക്കുന്നത് നിരോധിക്കേണ്ടതാണ്, നിയന്ത്രിക്കേണ്ടതാണ്, അവളെ അവിടെ നിന്ന് തിരികെ അയക്കേണ്ടതാണ്. പക്ഷേ അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിനകത്ത് അവളോട് ഒരു അനുകമ്പ തോന്നി. കേട്ടോ, ബോവസ് രൂത്തിനോട്, കേട്ടോ മകളെ, പെറുക്കുവാൻ വേറൊരു വയലിൽ പോകണ്ട, ഇവിടെ വിടുകയും വേണ്ട, ഇവിടെ എന്റെ ബാല്യക്കാരത്തികളോട് ചേർന്ന് കൊള്ളുക. നോക്കിക്കേ, അവൾ ഒരു മോവാബിയ സ്ത്രീയാണെന്ന് അറിഞ്ഞിട്ടും, ഹല്ലേലൂയ, അവൾ നവോമിയോട് കൂടെ വന്ന വിധവയാണെന്ന് അറിഞ്ഞിട്ടും അവളെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കാതെ, പ്രൈസ് ദി ലോർഡ്, അവളെ ആ വയലിനകത്ത് ഹല്ലേലൂയ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. എന്തിന്? പെറുക്കുവാനുള്ള സൗകര്യങ്ങൾ അവിടെ ചെയ്തു കൊടുക്കുക. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ചിലരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ബോവസിന് രൂത്തിനോട് കരുണ തോന്നിയതുപോലെ നിന്റെ കുടുംബത്തിൽ നിന്റെ പ്രിയപ്പെട്ടവരോട് ദൈവം ഈ നാളുകളിൽ കരുണയോടെ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിന്റെ കരുണയുടെ ഇടപെടലുകൾ നിന്റെ കൂടാരത്തിനകത്ത് ദൈവം വരുത്താൻ പോകട്ടോ. സരിത എന്ന് പറയുന്ന ശിശുവോട് ദൈവാത്മാവ് പറയുന്നു, ഒരു അസാധാരണമായ കൃപ, ഹല്ലേലൂയ, ചിലർക്ക് നിന്നോട് തോന്നത്തക്ക നിലയിൽ നിന്റെ മേലൊരു ദൈവ പദ്ധതി വെളിപ്പെടാൻ പോകുക. നിന്റെ കുടുംബത്തിനകത്തൊരു ദൈവ സാന്നിധ്യം വെളിപ്പെടാൻ പോകുക. ഒരു അസാധാരണ ദൈവകൃപ. ഒരു മുൻപരിചയം സ്ത്രീയുമായിട്ടില്ല, മറിച്ച് ഇവളൊരു മോവാബിയ യുവതിയാണെന്ന് അറിഞ്ഞിട്ടും, ഇവളൊരു വിധവയാണെന്ന് അറിഞ്ഞിട്ടും, സ്തോത്രം, ഹല്ലേലൂയ, അവിടെ നിന്ന് വയലിൽ നിന്ന് അവളെ പറഞ്ഞു വിടാതെ ആ വയലിനകത്ത് അവൾക്ക് സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു, സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ കുടുംബത്തിനകത്ത് ദൈവം ചില സൗകര്യങ്ങളെ വർദ്ധിപ്പിച്ചു തരാൻ പോകുക. നിന്റെ തലമുറയിൽ ചില വിടുതലുകളെ ദൈവാത്മാവ് ചെയ്തെടുക്കാൻ പോകുക. വിശ്വസിക്കുന്ന ദൈവമക്കൾ കർത്താവിന് മഹത്വം കൊടുത്തു. ദൈവത്തിന്റെ ദയ നിന്റെ മേൽ വെളിപ്പെട്ട ഒരു ദൈവപദ്ധതി നിന്റെ മേൽ വ്യാപരിച്ചാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ, ഇതുവരെ കാണിക്കാത്ത ദൈവത്തിന്റെ ദയ ദൈവം നിന്റെ കുടുംബത്തിനകത്ത് ചെയ്തെടുക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തു. വയലിനകത്ത് നിന്നെ അവിടുന്ന് ഇറക്കി വിടാനല്ല, ഓടിച്ചു വിടാനല്ല, നീ ആയിരിക്കുന്ന നിന്റെ വീടിനകത്ത് ദൈവം സൗകര്യങ്ങൾ ചെയ്തു തരാൻ പോകുകയാണ്, സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു തരുവാൻ പോകുകയാണ്.
പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഹല്ലേലൂയ അവളോട് പറയുന്ന പല കാര്യങ്ങൾ അവിടെയുണ്ട്. ദാഹിക്കുമ്പോൾ നീ ചെന്ന് പാത്രങ്ങൾക്കരികെ ചെന്ന് ബാല്യക്കാർ കോരി വെച്ചതിൽ നിന്ന് നീ കുടിച്ചു. സ്തോത്രം. എന്ന് ഉണ്ടോ, വെള്ളം കുടിക്കാൻ സൗകര്യം, ഭക്ഷണം കഴിക്കാൻ സൗകര്യം, പറക്കാൻ സൗകര്യം, ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അവൾ സാഷ്ടാംഗം വീണു അവനോട്. ഞാൻ അന്യജാതിക്കാരിയായിരിക്കെ, സ്തോത്രം, നീ എന്നെ വിചാരിപ്പാൻ തക്കവണ്ണം നിനക്ക് എന്നോട് ദയ തോന്നിയതെങ്ങനെ എന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. എന്താണ് അത്രയ്ക്കൊരു ദയ തോന്നാൻ കാരണം? 11-ാം വാക്യത്തിൽ അതിന്റെ കാരണം പറയുന്നു. ബോവസ് അവളോട്, നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയെയും സ്വദേശത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരങ്ങളൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഈ കേൾവിയാണ്, സ്തോത്രം, ഹല്ലേലൂയ, ഈ മോവാബ്യ സ്ത്രീയായ രൂത്തിന് ബോവസിന്റെ വയലിൽ ഇത്രയധികം സൗകര്യങ്ങൾ ലഭിച്ചതിന്റെ കാരണം അവൾ ആരാണെന്ന് അവന് മനസ്സിലായി. കാരണം മോവാബിനെയും മോവാബ്യ ജനത്തെയും അവിടുത്തെ ദൈവങ്ങളെയും ദേവന്മാരെയും ഒക്കെ വിട്ടിട്ട്, ഓ സ്തോത്രം, ഉറച്ച തീരുമാനത്തോടെ യഹോവയായ ദൈവത്തെ സേവിക്കുവാൻ രൂത്തിനൊപ്പം ഹല്ലേലൂയ ബേഥലേഹേമിലേക്ക് വന്നത് നിമിത്തം ഹല്ലേലൂയ ഒരു വലിയ ധനവാനായ വലിയൊരു വയലിന്റെ ഉടമസ്ഥനായ ബോവസുമായി ഒരു നല്ല ബന്ധം ദൈവം ഒരുക്കുകയാണ്. ഈ ബന്ധമാണ് പിന്നീട് ഉള്ള അധ്യായങ്ങളിലേക്ക് അവളുടെ ചരിത്രം വ്യാപിച്ചത്. സ്തോത്രം. ബോവസുമായുള്ള ഹല്ലേലൂയ കൂടിക്കാഴ്ചയാണ്, ബോവസുമായുള്ള അടുപ്പമാണ്, ആ സ്നേഹബന്ധമാണ് അവളെ വീണ്ടും 3-4 അധ്യായങ്ങളിലേക്ക് അവളെ വളർത്തിക്കൊണ്ടുവരുന്നത്. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി ഈ ബോവസ് എന്ന് പറയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ നിഴലായി, ഇവിടെ പറയുന്ന രൂത്ത് ദൈവസഭയുടെ നിഴലായും, ഹല്ലേലൂയ, നമുക്കതിനെ ആത്മീകമായി ചിന്തിക്കുവാൻ കഴിയുന്നുണ്ട്. യേശു ക്രിസ്തു ബോവസ് ക്രിസ്തുവിന്റെ നിഴലാണ്. ബോവസിനെ കുറിച്ച് പറയുന്നു, ബോവസ് ധനവാനാണ്, അതുപോലെ തന്നെ ബോവസ് കൃപയുള്ളവനാണ്, കരുണയുള്ളവനാണ് എന്നൊക്കെ നമ്മൾ പറയിക്കുമ്പോൾ, ഹല്ലേലൂയ, ക്രിസ്തുവിനെ പോലെ, ക്രിസ്തുവിന്റെ മാതൃകയായി നിഴലായി പഴയ നിയമത്തിൽ രൂത്തിന്റെ പുസ്തകത്തിൽ ബോവസിനെ കാണാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ ബോവസിന്റെ വയലിനകത്തേക്ക് ചെന്നുപെട്ട ഒരു രൂത്തിനെ കുറിച്ച് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ശക്തമായി പറയുന്നു, ബോവസ് എന്ന് പറയുന്ന 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ മഹാധനവാനായ ഒരു ചാർച്ചക്കാരൻ, അവൻ വലിയ ധനവാനാണ്. യേശുവിനെ കുറിച്ച് റോമാലേഖനത്തിൽ പറയുന്നു പൗലോസ്, അവൻ തന്നോട് യാചിക്കുന്നവർക്കൊക്കെ നൽകുവാൻ തക്കവണ്ണം അവൻ സമ്പന്നനാകുന്നു. അങ്ങനാണെങ്കിൽ ക്രിസ്തു സമ്പന്നനാണ്. ഇവിടെ പറയുന്ന ബോവസ് ധനവാനാണ്. തന്റെ അടുക്കൽ വന്ന ഈ ഹല്ലേലൂയ സ്തോത്രം യുവതിയായ രൂത്തിന് വേണ്ടി കൊടുക്കുവാനുള്ളതെല്ലാം അവന്റെ കയ്യിലുണ്ട്. അത്രയ്ക്ക് അവൻ ധനവാനാണ്. മാത്രമല്ല ആ വയലിനകത്തേക്ക് ഹല്ലേലൂയ പെറുക്കുവാൻ അവൻ ഇടമൊരുക്കി കൊടുക്കുന്നു. അവളോട് കാണിക്കുന്ന കരുണ, അവള് തന്നെ ചോദിക്കുന്നു, അന്യജാതിക്കാരിയായിരിക്കും നീ എന്നോട് വിചാരിപ്പുള്ള ഇത്രയ്ക്ക് എന്നോട് ദയ തോന്നിയതാണോ? അപ്പൊ ദയയുള്ളവനാ ദൈവത്തെ കുറിച്ച് പറയുന്നത്. നമ്മുടെ കർത്താവ് ദയയുള്ള ദൈവമാണ്, കരുണയുള്ള ദൈവമാണ്, മനസ്സലിവുള്ള ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ദയയും കരുണയും മനസ്സലിവുള്ളവർക്ക് മാത്രമേ ഈ രൂത്തിനെ ഈ വയലിനകത്ത് അംഗീകരിക്കാൻ സാധിക്കൂ. അങ്ങനെയെങ്കിൽ ബോവസ് എന്ന് പറയുന്ന ഈ മനുഷ്യനും കരുണയുള്ളവനാണ്, ദയുള്ള മനുഷ്യനാണ്. അപ്പൊ ക്രിസ്തുവിന്റെ നിഴലായി അവിടെ നിൽക്കുന്നു. അപ്പോൾ ഇവിടെ ക്രിസ്തു ഈ വയലിൽ വന്നുപെട്ടത് ഭാഗ്യവശാലാണ് കേട്ടോ. ബോവസിന്റെ അടുക്കൽ അവൾ എത്തിയത് ഭാഗ്യവശാൽ എത്തിയതാ. അതിന് നമ്മൾ പുതിയ നിയമത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാ കൃപയാൽ. കൃപയെന്നും പഴയ നിയമത്തിൽ ഈ പുസ്തകത്തിൽ ഭാഗ്യവശാൽ എന്ന് പറയുന്ന അതേ പ്രയോഗമാണ് പുതിയ നിയമത്തിൽ കൃപയാൽ എന്ന്. ഭാഗ്യവശാലാണ് ബോവസിന്റെ വയലിൽ രൂത്ത് വന്നതെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, നാമം ഭാഗ്യവശാലാണ് ക്രിസ്തുവിന്റെ വയലിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ക്രിസ്തുവിന്റെ വയലിൽ നമ്മൾ എത്തിയിരിക്കുന്നത് വെറുതെയല്ല, ഭാഗ്യവശാൽ, കൃപയാൽ ദൈവം നമ്മെ ഇതിനകത്ത് കൊണ്ടെത്തിച്ചിരിക്കുന്നു. ബോവസ് ക്രിസ്തുവും രൂത്ത് സഭയുമാണെങ്കിൽ 2, 3, 4 അധ്യായങ്ങളിൽ ബോവസും രൂത്തുമായുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ അടുപ്പമാണ് നമുക്ക് വിശദീകരിച്ച് കാണുന്നത്. രാത്രിയിലെ സമയപരിമിതി കൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. എത്ര ദൈവ മക്കൾ ഇന്ന് പകൽ വിശ്വസിക്കും ഇവിടെ ഹല്ലേലൂയ ബോവസ് ക്രിസ്തുവിന്റെ നിഴലാണ്, രൂത്ത് സഭയുടെ നിഴലാണ്. അങ്ങനെയെങ്കിൽ സഭ